wherever you go, I am there. ഇത് ലാലേട്ടൻ വന്ദനത്തിൽ പറഞ്ഞ ഡയലോഗാണ്. പക്ഷേ ഇത് അന്വർത്ഥമായി BSNL ഒരുങ്ങുന്നു. വൺസ് അഗൈൻ വെൽക്കം ടു മൈ വീഡിയോ ബ്ലോഗ് അജയ് ടെക് ടിപ്സ്. ഞാൻ അജയ്, നിങ്ങളെവർക്കും സുപരിചിതൻ. അപ്പൊ ഞാൻ ഇന്ന് വന്നത് ഒരു BSNL കുറിച്ചുള്ള ഒരു അടിപൊളി അപ്ഡേറ്റ് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതെന്താണ് ഏതാണ് പറഞ്ഞതിന് മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ, ഇങ്ങനത്തെ അപ്ഡേറ്റ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ, ടെക്നോളജി അപ്ഡേറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. മാക്സിമം പേർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമുക്കറിയാം, ഇന്ത്യയുടെ ഒരു കാലത്ത് അഭിമാനമായിരുന്നു PNT, അതായത് ലാൻഡ് ഫോൺ. PNT BSNL വന്നപ്പം BSNL പ്രൈവറ്റ് കമ്പനീസിന്റെ കൂടെ ഓടിയെത്താൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തി. പക്ഷേ BSNL ഇപ്പം അവരെ കോമ്പറ്റേറ്റേഴ്സിനേക്കാൾ മുൻപേ എത്തിക്കൊണ്ടിരിക്കുന്നു, ടെക്നോളജി ബേസ്ഡ്. അപ്പൊ ചോദിക്കും 5G വന്നിട്ടില്ല, 6G വന്നിട്ടില്ല. അതല്ല, ഇത് ബ്രോഡ്ബാൻഡ് വൈഫൈ സംഭവത്തിലേക്കാണ്. ബ്രോഡ്ബാൻഡ് പറഞ്ഞാൽ ഫൈബർ ഓപ്റ്റിക്കൽ കേബിളിന്റെ വൈഫൈയിൽ വന്ന വമ്പൻ മാറ്റമാണ് ഇപ്പൊ BSNL വന്നിരിക്കുന്നത്. അതെന്തായാലേ പറഞ്ഞുതരാം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ wherever you go, I am there. ഗാദാ ജാമിന്റെ പരസ്യം ഒരു 80 കിഡ്സിനൊക്കെ അറിയാം. വന്ദനം പറഞ്ഞ സിനിമയില് ലാലേട്ടൻ പറഞ്ഞ ഡയലോഗാണ്. ആ ഡയലോഗിനെ ഇവിടെ പറഞ്ഞുകൊണ്ട് അനർത്ഥമാക്കിക്കൊണ്ട്, അതുപോലെ തന്നെ നമ്മൾ എവിടെ പോകുന്നോ, നമ്മൾ വീട്ടിൽ വെച്ചിരിക്കുന്ന ഫൈബർ കണക്ഷൻ, ഫൈബർ ഓപ്റ്റിക്കൽ കണക്ഷൻ നമുക്ക് എവിടെയും, നമ്മുടെ ഇന്ത്യയിൽ എവിടെയും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. എങ്ങനെയല്ലേ? വൈഫൈ റോമിംഗ് സിസ്റ്റം ഫ്രീ ആയിട്ട്. ഇപ്പൊ നമുക്കിപ്പം ഞാൻ ഇപ്പൊ യൂസ് ചെയ്യണത് ഏഷ്യാനെറ്റ് ആണ്. ഇപ്പൊ ഞാനിവിടെ എനിക്ക് ഏഷ്യാനെറ്റ് കണക്ഷൻ ഉണ്ട്. ഭാവിയിൽ ഇത് ഏഷ്യാനെറ്റും അതേപോലെയുള്ള പ്രൈവറ്റ് കമ്പനീസും കൊണ്ടുവരും എങ്കിലും ഇതിപ്പോ തുടക്കം ഇടുന്നത് BSNL ആണ്. അതും കൂടെ പറയാം. എന്റെ എക്സാമ്പിൾ ഞാൻ ഏഷ്യാനെറ്റ് വെച്ച് പറയാം. അത് ഏഷ്യാനെറ്റ് മോശമല്ല കേട്ടോ, അതിന് നല്ല സർവീസാണ്, അവരുടെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാണ്. ഞാൻ എൻ്റെ വീട്ടിൽ യൂസ് ചെയ്യുന്നത് ഏഷ്യാനെറ്റ് കണക്ഷനാണ്. അപ്പൊ ഞാനിപ്പോ കുറച്ച് ദിവസം എൻ്റെ ഫ്രണ്ടിന്റെ വീട്ടിലോ അല്ലെങ്കിൽ വൈഫ് ഹൗസിലോ പോകാൻ അവിടെയും ഏഷ്യാനെറ്റ് കണക്ഷനായി യൂസ് ചെയ്യാം. അവിടെ ഓൾറെഡി അവർക്ക് ഡാറ്റ തീരാറായി, അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ട്. ഇപ്പൊ ബേസിക് പ്ലാൻ ഒക്കെ എടുത്ത ആൾക്കാർക്ക് അഞ്ചാൽ ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ അൺലിമിറ്റഡ് പ്ലാനാണ്. അപ്പൊ എനിക്ക് എൻ്റെ ഡാറ്റ അവിടെ യൂസ് ചെയ്യാൻ പറ്റും. സാധാരണ കേസിലാണെങ്കിൽ പറ്റില്ല. ഇനി BSNL അതിനുള്ള ഒരു സാധ്യതയെ നമുക്ക് ഒരുക്കാണ്. അതിനാണ് നമ്മൾ വൈഫൈ റോമിംഗ്, അതേപോലെ തന്നെ പബ്ലിക് വൈഫൈ സിസ്റ്റം എന്നുള്ള ഒരു സംഭവം കൊണ്ട് ഇത് വന്നിട്ട് ഇപ്പോൾ ഒരാഴ്ച ഇത് ലോഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമുക്കത് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ സുഹൃത്തുക്കൾ BSNL ഉള്ള സുഹൃത്തുക്കളെ വിളിച്ച്, എഞ്ചിനീയേഴ്സിനെ വിളിച്ച് ചോദിച്ച് അതിനെപ്പറ്റി പഠിച്ച് അതെങ്ങനെയാണ് ചെയ്യണമെന്നും കൂടെ പറഞ്ഞ അതിന്റെ ഡയഗ്രാം കിട്ടിയിട്ട് മാത്രമേ ഞാൻ വീഡിയോ ചെയ്യുന്നത്. കാരണം എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള യൂട്യൂബേഴ്സ് ഇത് വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഇങ്ങനെ ഒരു സംഭവം വരുന്നു എന്ന് മാത്രമേ പറഞ്ഞിട്ടു. പക്ഷെ അത് എങ്ങനെ ഓതന്റിക് ആയിട്ട് വേണമെന്ന് നമ്മൾ ഈ BSNL ടീമിനോട് ചോദിച്ചിട്ട്, അത് താങ്ക്സ് ടു ടീം BSNL. അപ്പൊ ചെയ്തെന്ന ആൾക്കാർ, അവരുടെ പേര് ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല, പക്ഷെ താങ്ക്സ് ഫോർ ദാറ്റ്. അപ്പൊ അവര് എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള ആ ഒരു സിസ്റ്റം ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ വീട്ടിലെ മോഡം പറഞ്ഞ ONT എന്നാണ് നമ്മുടെ അതിന്റെ ഡയഗ്രത്തിൽ എഴുതിയത്. നമ്മുടെ സാധാരണ നമ്മൾ ഒരു റൗട്ടർ വെക്കില്ല വൈഫൈന്റെ, ആ റൗട്ടറിൽ നമ്മൾ പ്രൈവറ്റ് SSD ആണ്. നമ്മൾ വൈഫൈ കിട്ടാനുള്ള പേരുണ്ടല്ലോ. ഇപ്പൊ ഇവിടെ എൻ്റെ വൈഫൈക്ക് ഞാൻ കൊടുത്ത പേര് അജയ് ടെക് ടിപ്സ് ആണ്. അപ്പൊ ഓരോ കമ്പനിയൊക്കെ ആകുമ്പോൾ അവരെ കമ്പനി സോ കമ്പനി ആയിരിക്കും. ഇപ്പൊ മൈക്രോസോഫ്റ്റിന്റെ ആണെങ്കിൽ മൈക്രോസോഫ്റ്റ് എന്നായിരിക്കും അവരെ വൈഫൈക്ക് പേര് കൊടുക്കുക. അതിനാണ് നമ്മൾ പറയാ പ്രൈവറ്റ് SSD എന്ന് പറയാം. ആ ഇതിന്റെ പ്രമിസസിൽ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഒരു പബ്ലിക് SSDയും കൂടെ ഈ BSNL ഇനി മുതലുള്ള അപ്ഡേറ്റഡ് മോഡത്തിൽ വരും. സാധാരണ നമ്മുടെ ഇത് പ്രൈവറ്റിൽ തന്നെ രണ്ടെണ്ണം ചെയ്യും. ഒന്ന് 5G കാർഡ്സിന് 5Gയും ചെയ്യും, 2.5ഉം ചെയ്യും. നിങ്ങൾക്ക് അതിനെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നമ്മൾ വൈഫൈ കോൺഫിഗർ ചെയ്യുമ്പോൾ മോഡം BSNL എഞ്ചിനീയേഴ്സ് ചിതര, അല്ലെങ്കിൽ എന്നെ പോലെ ടെക്നോളജി CCNP കഴിഞ്ഞ ആൾക്കാരൊക്കെ എന്ത് ചെയ്യും, അത് കോൺഫിഗർ ചെയ്യാൻ അറിയാം. എനിക്ക് അത് ചെയ്യാൻ അതിന്റെ ഡയഗ്രാം കിട്ടിയപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായിട്ട് നമുക്ക് ഈ സൈറ്റ് നമ്മൾ എന്ത് ചെയ്യുക, അതിന്റെ മോഡത്തിൽ കോൺഫിഗർ ചെയ്യണം, പബ്ലിക് വൈഫൈയും കൂടെ. അതിന് നമുക്കൊരു യൂസർ നെയിം SSID നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതിൽ ഒരു പാസ്വേഡ്, ആ SSID കോമൺ ആയിരിക്കണം ഓൾ ഓവർ ഇന്ത്യ. അത് ഞാൻ ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഈ ഒരു SSID അതിൽ ക്രിയേറ്റ് ചെയ്യണം. നമുക്ക് ഇഷ്ടമുള്ള ഒരു പാസ്വേഡും കൊടുക്കണം. അത് എനിക്ക് ഇഷ്ടമുള്ള പാസ്വേഡാണ് ഞാൻ സാധാരണ വൈഫൈക്ക് കൊടുക്കാറ്. ആ വൈഫൈ പാസ്വേഡ് നമ്മൾ എന്ത് ചെയ്യും,
അതിൽ എൻ്റർ ചെയ്ത് സേവ് ചെയ്ത് വെക്കണം. ഇപ്പോൾ സപ്പോസ് ഞാൻ ഇനിയിപ്പോൾ ഒരു ട്രാവൽ ചെയ്യാണ്, ഇപ്പൊ ഞാൻ പോകുമ്പം നമ്മളിപ്പോൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുക, അവിടെ BSNL ഹോട്ട്സ്പോട്ട്, ഇനി എല്ലാ സ്ഥലത്തും BSNL ഓൾ ഓവർ ഇന്ത്യ ഹോട്ട്സ്പോട്ട്സ് വെക്കും. അതിൽ കയറിയിട്ട് നമ്മുടെ വൈഫൈ സെർച്ച് ചെയ്യുക. അപ്പൊ അതിന്റെ സെയിം പേരുള്ള SSID ഉണ്ടാവും. അതിൽ എന്ത് ചെയ്യുക, നമ്മുടെ പാസ്വേഡ് അടിച്ചിട്ട് എൻ്റർ ചെയ്യുക. അപ്പൊ നമ്മുടെ വീട്ടിലത്തെ ഡാറ്റയിൽ നിന്ന് ഇത് യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ വീട്ടിലത്തെ സ്റ്റാറ്റിക് IP ഉള്ളവർക്ക് അങ്ങനെ, അല്ലാണ്ട് ഡൈനാമിക് IP ആണെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാം. ഇത് ഏറ്റവും യൂസ്ഫുൾ ആയിരിക്കണം. നമ്മൾ ഓഫീസിലും ഇപ്പൊ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് കമ്പനീന്റെ ഡാറ്റ എടുക്കണ്ട എന്നുള്ള പോളിസി ഉള്ളതാണെങ്കിൽ ചില കമ്പനീസ് അത് ചെയ്യാറുണ്ട്, ഡാറ്റ ലോസ് വരാതിരിക്കും. അവിടെ നമുക്കിത് യൂസ് ചെയ്യാം. പിന്നെ ട്രാവൽ ചെയ്യുമ്പോൾ ഇതേപോലെ ബസ് സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ, എയർപോർട്ട്, ഇവിടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ നമ്മള് ചിലപ്പോൾ നമ്മൾ പോയിട്ട് വൈഫൈ ചോദിക്കുമ്പോൾ തരാൻ മടിക്കുന്ന എച്ചികളായിട്ടുള്ള നമ്മുടെ റിലേറ്റീവ്സ്, ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരോടും, ഞാൻ ജസ്റ്റ് കോമഡിക്ക് പറഞ്ഞതാണ്, അവരോട് പറയാം ഇതിന്റെ വൈഫൈ, അത് അവരും BSNL നെറ്റ്വർക്ക് ആയിരിക്കണം. അപ്പോൾ അവരും അവരുടെ മോഡത്തിൽ ഇത് ഓപ്പൺ ആക്കണം. അപ്പൊ അവർക്ക് അവരുടെ ഡാറ്റ പോകുന്നില്ല, അവരുടെ സ്പീഡും കുറയില്ല. അത് വേറെ തന്നെ ബാൻഡിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ആ മോഡത്തിന് അവർക്ക് ഒരു നഷ്ടമില്ല. അത് പറയാം, ഇത് നിങ്ങൾക്ക് ഒരു നഷ്ടമില്ല, നിങ്ങളുടെ സ്പീഡ് കുറയൊന്നുമില്ല, ഇത് വേറെ തന്നെ GHz ഇത് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് അവരെ സെറ്റ് ചെയ്തില്ലെങ്കിൽ അവരെ കൊണ്ട് സെറ്റ് ചെയ്യിപ്പിച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ നെറ്റിത്തെ ഡാറ്റ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. ഞാനൊക്കെ എപ്പോഴും ഹയർ പ്ലാൻ തന്നെയാണ് എടുക്കുക, അൺലിമിറ്റഡ് പ്ലാൻ എടുക്കുക. ഇപ്പൊ എനിക്ക് എൻ്റെ ആ അൺലിമിറ്റഡ് പ്ലാന് അവിടെ യൂസ് ചെയ്യാൻ പറ്റും. ആക്ച്വലി ഇത് പ്രൈവറ്റ് കമ്പനീസ് അത് കൊണ്ടുവരേണ്ടതാണ്, അവരത് ചെയ്തിട്ടില്ല. പേഷ്യൻറ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എനിക്ക് എൻ്റെ ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോകുമ്പോഴൊക്കെ അത് ചെയ്യാൻ പറ്റും. ബട്ട് BSNL അത് കൊണ്ടുവന്നിട്ടുണ്ട്. ഹാറ്റ്സ് ഓഫ് ടു BSNL വൺസ് അഗൈൻ. BSNL ഹാറ്റ്സ് ഓഫ് ആണ്. അതേപോലെ തന്നെ ഇനി BSNL വേറൊരു സംഭവം കൊണ്ടുവരാൻ പോകുന്നുണ്ട്. അത് നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ തന്നെ വരുന്നതാണ്. അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എനിക്ക് ആ കമ്പനിയിൽ നിന്ന് കിട്ടിയിട്ടില്ല. നമ്മൾ അവരോട് ചോദിച്ചു, ഒതന്റിക്കേറ്റീവ് ആണല്ലോ. അപ്പൊ ഇതിന്റെ ഡയഗ്രാം നിങ്ങൾ സ്ക്രീനിൽ കണ്ടിട്ടുണ്ടാവും. ഈ ഒരു രീതിയിലാണ് നമ്മുടെ BSNL വൈഫൈ റോമിങ് കൊണ്ടുവരുന്നത്. ഇത് നല്ലൊരു കാര്യമായിട്ടാണ് തോന്നുന്നത്. BSNL കുറെ കാലം ഡൗൺ ആയിട്ടുണ്ടായിരുന്നു, ഇനി അത് കുതിച്ച് കയറട്ടെ എന്ന് ഉള്ളൊരു ആശംസയോട് കൂടിയിട്ട് ഞാൻ എൻ്റെ വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പൊ മറ്റൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ, സ്റ്റേ സേഫ്, ടേക്ക് കെയർ.